വിവേകിനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പോലീസിനോട് ചോദിക്കായിരുന്നില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവര് വിവേകിനെ കാണാൻ പോലും സമ്മതിച്ചില്ല. മാഡമാണ് വിവേകിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തെന്നറിഞ്ഞു. അതുകൊണ്ടാ ചോദിക്കാൻ വന്നത്. മമ്മി, ഇവര് പകരം ചോദിക്കാൻ വന്നത്. ഇങ്ങനെ ഇരുന്നാലോ? എഴുന്നേക്കണ്ടേ? അറിയാലോ ഇവരുടെ ചങ്കൂറ്റം. ഈ ലോകത്ത് എന്ത് നടന്നാലും അതിനോട് പ്രതികരിക്കുന്നവളാ. നമുക്ക് തന്നെ അറിയാലോ. പരിഹസിക്കരുത് മാഡം. വിവേക് അങ്ങനൊരു തെറ്റില്ലെന്ന് മാഡത്തിന് അറിയാവുന്നതല്ലേ? അങ്ങനെയാ ഞാൻ കരുതിയ. പക്ഷെ എന്ത് ചെയ്യാം, ആ ധാരണ അവൻ തെറ്റിച്ചു. വിവേക് അങ്ങനൊരു തെറ്റ് ചെയ്യില്ല മാഡം. വിവേകിന് ആ ഓഫീസിലെ എല്ലാ സ്വാതന്ത്ര്യവും സൂര്യ സാർ കൊടുത്തിട്ടുണ്ട്. നിനക്കെന്താ ഡീൽ കാര്യം? അതോ എന്നെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആര് കയറി വന്നാലും അവരോടൊപ്പം നിന്നോളാന്ന് വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ നീ? മാറിയിക്കണേ അങ്ങോട്ട്, മാറി നിൽക്കാൻ. നീ ഇപ്പൊ പുറത്തേക്ക് പോയത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ചോദ്യങ്ങൾ പിന്നെ ചോദിച്ചോളാം. അത് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. മാഡത്തിന് വിവേകിനെ കുഞ്ഞുനാൾ മുതൽ അറിയുന്നതല്ലേ? അറിയാം. കുഞ്ഞുനാള് മുതൽ അവൻ സൂര്യയുടെ കൂട്ടുകാരന്. ആ പ്രായത്തില് അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊന്നിച്ച് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സൂര്യ അവന് ജോലി കൊടുത്തപ്പോ ഞാൻ എതിർക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു വിഷപ്പാമ്പിനാണല്ലോ സൂര്യ പാല് കൊടുത്തേന്ന്. അല്ല, നിന്റെ ഭർത്താവിനിപ്പോ എന്താ ഇത്ര ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം? അങ്ങനൊരു ആവശ്യമില്ല മാഡം. അപ്പൊ പിന്നെ സമ്പാദിക്കാൻ തന്നെ. കമ്പനിയിൽ അവന് ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അവനെ എന്തെങ്കിലും ചെയ്താ സൂര്യ അത് ചോദിക്കുമെന്നും തിരിച്ചെടുക്കുമെന്നും വിശ്വാസമുണ്ട്. മോഷ്ടിക്കാൻ ഇതിലും വലിയ അവസരം ഉണ്ടോ? എന്റെ ഭർത്താവ് മോഷ്ടിക്കില്ല. കമ്പനിന്നല്ല, ഒരു സ്ഥലത്തൊന്നും എന്റെ വിവേക് മോഷ്ടിക്കില്ല. അപ്പോ ഞാൻ കൊടുത്ത പരാതി കള്ളമാണ്. പോലീസുകാര് അവനെ അറസ്റ്റ് ചെയ്തത് തെറ്റാണ്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്, കോടതി പോ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നീ തെളിയിക്കേ. അങ്ങനെ നിനക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിന്റെ ഭർത്താവിനോടും നിന്നോടും പൊതുസ്ഥലത്ത് നിന്ന് ഞാൻ മാപ്പ് പറയും. എന്താ, തയ്യാറാണോ? ഞാൻ ഒരു മത്സരത്തിനും ഇല്ല മാഡം. എനിക്ക് വിവേകിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. മാഡം ഒന്ന് അവരെ വിളിച്ച് പറഞ്ഞേ പറ്റൂ. ഞാൻ വിളിച്ച് പറയായിരുന്നു. വിവേക് അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ നീ ഒന്ന് നോക്കിയേ. ഇത് വിജയുടെ ക്യാബിനാണ്. വിജയുടെ ക്യാബിനിൽ ചെന്ന് അവന്റെ മേശയ്ക്കകത്തിരിക്കുന്ന പണം എടുക്കാനുള്ള സ്വാതന്ത്ര്യം വിവേകിനുണ്ടോ?
കമ്പനിയിൽ നിന്നും പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം സിസ്റ്റം മാനേജറിനെ വിളിച്ച് ചോദിച്ചത് അവിടുത്തെ CCTV ഫൂട്ടേജ് ആണ്. അയാളെ എനിക്ക് അയച്ചു തന്നത് ഇതാ. ഇതിന് നീ എന്തു പറയും?